കേരളത്തിലെ ക്രിസ്ത്യാനിമാരുടെ കീശ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ മാലിന്യ മൗലിക ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടോ അത് വായിച്ച ഏതൊരാൾക്കും ബോധ്യപ്പെടും. ചോദ്യം ചോദിക്കണം മുമ്പ് നിങ്ങൾ ആമുഖത്തെ കുറിച്ച് ഞാൻ ഘോഷിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ചോദിച്ചോളൂ, ഞാൻ ആദ്യം തന്നെയാണ് പറയാനുള്ള അത് പറയുമ്പോഴേക്ക് അതിന് മറുപടി വരികയാണ്. ഇത് പിടിച്ചേക്കണ്ട. കേരളത്തിലെ മുസ്ലിയാക്കന്മാരുടെ കീശ വീർപ്പിക്കാനാണ് മാലിം മൗലിദ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാ മുജാഹിദ് സാധാരണ പറയുന്ന അപരാധമാണ്. സഹോദരന്മാരെ, ഈ മാലിം മൗലിദും കുത്തുബിയത്തും റാത്തീബും ഒക്കെ ശിർക്കാണ്, കുഫറാണ് എന്ന് പറയല് മുജാഹിദുകളാണ്. ഇത് പറയുന്ന മുജാഹിദുകളാണ് ഇത് ലോഡ് കണക്കിന് അച്ചടിച്ച് വിടുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ ആക്കിയുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചോളി. തിരൂരങ്ങാടി CH പ്രസ്, ആമിറുൽ ഇസ്ലാം പ്രസ്, അൽ മുർഷിദ് പ്രസ് എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, വഹാബികളുടെ പ്രസ്ഥാനം. അവിടങ്ങളിൽ ചെമ്മാട്, തിരൂരങ്ങാടി ഭാഗങ്ങളിൽ വഹാബി പ്രചരണത്തിനും പ്രബോധനത്തിനും പണം ചെലവഴിക്കുന്നത് ഇവരാണ്. ഇത് ഏതാ പണം? ഈ ശിർക്കും കുഫ്റും മുജാഹിദ് പറയുന്ന മാലിം മൗലൂദും കുത്തുബിയത്തും റാത്തീബും അച്ചടിച്ച് കിട്ടുന്ന പണമാണ് ഇവര് വീർപ്പിച്ച് കുമ്പ വീർപ്പിച്ച് നടക്കുന്നത്. എന്നിട്ട് അവരാ നമ്മളെ നേക്കട്ടുകാരൻ. നിങ്ങൾ ചിന്തിക്കണം. ഈ മുജാഹിദുകൾക്ക് ഞാൻ ഇവിടല്ല സക്കരിയ സലാഹി ഉൾപ്പെടെയുള്ള സർവ്വ മൗലവിമാരെ വെല്ലുവിളിച്ചില്ല. ഈ ഞങ്ങളോട് പറയുന്നത് പോലെ ഈ കാഹളം തിരൂരങ്ങാടി ടൗണിൽ ചെന്ന് CH പ്രസിലേക്ക് വെച്ചുകൊണ്ട് കാഹളം വെച്ചുകൊണ്ട് ഇത് കുഫറാണ്, ശിർക്കാണ്, അച്ചടിക്കരുതേ, പാടില്ലേ എന്ന് പറയാൻ ധൈര്യം കാണിപ്പോന്ന് ഞാൻ വെല്ലുവിളിച്ചിട്ട് എത്ര കാലായി? അവരാ വായിക്ക അടുക്കുവോ? ഇതിനല്ലേ പ്രസംഗിക്കല്? പറഞ്ഞു നോക്ക്, അപ്പ കാണാം. ഭൂമിയിൽ, കേരള ഭൂമിയിൽ പിന്നെ വിലാസം ഉണ്ടാവൂല. അപ്പൊ ഇത് പറയാൻ, പുറത്തു വന്ന് പറയാൻ നല്ല ചുരുക്ക, ശിർക്കാണ്, കുഫറാണ്. പുറത്തത് അങ്ങനെ അച്ചടിച്ച് വരിക. നാളെ നിങ്ങൾക്കറിയോ, ഒരു കുത്തുബിയത്തിന് ഞാനൊരു കുത്തിനെ വിട്ടു, ഒരു കുത്തുബിയത്തിന്റെ 10 ഏട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ വിട്ടപ്പോ പറഞ്ഞു 2.5 ഉറുപ്പ്യാണ് ഒരു കുത്തുബിയത്തിന്റെ ഏടിന് കയറും. അല്ല, ഇത് ഏതായാലും കുത്തുബിയത്തല്ലേ, അപ്പൊ ഒരു 2 ഉറുപ്പ്യക്ക് ഒരു ഡസൻ, ഒരു 10 20 ഒന്നിച്ചാവുമ്പോ പൈസ 50 പൈസ കുറക്കൂടെ വെച്ചു. 5 പൈസയും കുറക്കൂല. ശിർക്കിന് ഭയങ്കര മാന്യമായ വിലയാണ് എന്നാ പറഞ്ഞത്. ലോഡ് കണക്കിന് കയറ്റി വിടുകയാണ് കുത്തുബിയത്ത്. എന്നിട്ട് അവരാ നമ്മളെ നെഗറ്റീവ് ഇത് നമ്മളെ കീശ വീർപ്പിക്കാനാണ്. പച്ച നോണ പറയാ, ഉളുപ്പില്ലാതെ. ഇത് ശിർക്കാണെങ്കിൽ ആദ്യം ആണത്തം കാണിക്കേണ്ടത് ആ പരിപാടി നിർത്തല. അച്ചടിക്കലോ മുജാഹിദ് അച്ചടിക്കൽ നിർത്തണം. അത് ഞങ്ങൾ അച്ചടിച്ചോളാം. ശിർക്കും കുഫറുമല്ല, ഞങ്ങൾ തീരുമാനിച്ചോളാം. ചെല്ലുന്ന ആൾക്കാർ സുന്നികളാണോ, സുന്നികൾക്ക് വേണ്ടി സുന്നികൾ അച്ചടിച്ചോളാം. അപ്പൊ അതുകൊണ്ട് ആ പറയുന്നത് തന്നെ കടുത്ത അപരാധാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ചോദിച്ചോളി. മാലിം മൗലിദിലുള്ള തകരാറ് എന്താ വെച്ചാൽ അത് പറഞ്ഞോളി. ഒരു പ്രസ്സില് അടിച്ചടക്കുന്ന ബുക്കൊക്കെ ഇപ്പൊ പ്രസ്സാരം അംഗീകരിച്ചോണ്ടോ? നിങ്ങളുടെ ഉറപ്പല്ലേ ശിർക്കും കുഫറുമാണെങ്കിൽ? ഞാൻ പറയട്ടെ അങ്ങനെ പറഞ്ഞല്ലോ, നിങ്ങളുടെ വാരികയോ നിങ്ങളുടെ ലേഖനങ്ങളോ വായിച്ച കാണാല് ഇതിന് ഞങ്ങൾക്ക് യാതൊരുമായി ബന്ധമില്ല എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് ഒരു പ്രസ് ഇപ്പൊ എന്തൊക്കെ അടിച്ചടക്കും. എന്റെ ക്വസ്റ്റ്യൻ അതല്ല. എന്റെ ക്വസ്റ്റ്യൻ അതാണ്. നിങ്ങളെ ക്വസ്റ്റ്യൻ അതല്ല, എന്റെ ക്വസ്റ്റ്യൻ അതാണ്. അത് ശിർക്കും കുഫറും ആണെന്നും അതുകൊണ്ട് സമ്പത്തുണ്ടാക്കണം സുന്നികളാണെന്നും അപ്പൊ നിങ്ങൾ പറഞ്ഞത് അത് നുണയാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ തന്നെയാണ്. മുജാഹിദുകളാണോണ്ട് കാശുണ്ടാക്കുന്നത്. കുമ്പ വീർപ്പിക്കുകയാണ്, കീശ വീർപ്പിക്കുകയാണ്. അതിന് കിട്ടണ ശിർക്കും കുഫറും ഒന്നാകെ അടിച്ച് കയറ്റി ലോഡ് കണക്കിന് കുത്തുബിയത്തിന്റെ കയറ്റി വിട്ടിട്ട് ആ പണം കൊണ്ടാണ് നിങ്ങൾ വഹാബിസ് ഉണ്ടാക്കണത്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ ഉത്തരവാദി അല്ല എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു അച്ചടിക്കുന്നതൊക്കെ ഞങ്ങൾ അറിയോ? അച്ചടിക്കുന്നതൊക്കെ ഞങ്ങൾ അറിയും. ഉറപ്പന്നെ ശിർക്കും കുഫറും വിറ്റ് ഞങ്ങൾ കാശുണ്ടാക്കൂല. അച്ചടി പെസകൾ എല്ലാ പത്രത്തിലും ഉണ്ടാവും, എല്ലാ പ്രസ്സിലും ഉണ്ടാവും. അതിനെപ്പറ്റിയല്ല. മാലിം മൗലിദ് ഒന്നാകെ ശിർക്കും കുഫറും എന്നല്ലേ പറഞ്ഞത്. ഇത് നിങ്ങൾ അറിയുന്നില്ലാന്നോ? നല്ല തമാശയുള്ളൂ. 19 കൊല്ലായി ഈ ശിർക്ക് കയറ്റിയാക്കാൻ തുടങ്ങിയിട്ട് 50 60 70 കൊല്ലായി. എന്നിട്ട് ഇതുവരെ മുജാഹിദ് അറിഞ്ഞിട്ടില്ലാന്നോ? ഞങ്ങളൊന്ന് പോയി അറിയിച്ചു കൊടുത്തത് ഇതൊക്കെ ശിർക്കാണ്, ഇതൊക്കെ കുഫറാണ്, ഇത് നമുക്ക് പറ്റൂലാന്നൊന്ന് മുജാഹിദിന്റെ നേതാക്കളോട് പറഞ്ഞ് അറിയിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് പ്രതികരിക്കുക. ഇരിക്കട്ടെ, നിങ്ങൾ ചോദിച്ചത് എന്താണെങ്കിൽ പറയും. എന്റെ ക്വസ്റ്റ്യൻ മാലയും മൗലിദൊക്കെ വൈവിധ്യമാണ്. സംഗതി തന്നെയാണത്. പറഞ്ഞ ആവശ്യമില്ലല്ലോ, ഉറപ്പല്ലേ? കേട്ടോളി. മുഹുദ്ദീമാലയില് എന്താണ്? വല്ലാവിധത്തുനിന്നും എന്നെ വിളിപ്പോർക്ക് വായുകൂട ഉത്തരം ചെയ്യും ഞാൻ എന്നോവർ. അത് ചെല്ലാൻ പാടില്ല ശരിക്കും. പക്ഷേ അപ്പോ വായുകൂട ഉത്തരം ചെയ്യും ഞാൻ എന്നവർ നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെല്ലിയതാണ്. അപ്പോ വായു കൂടാതെ ഉത്തരം ചെയ്യും. അപ്പൊ വായു കൂടാതെ ഉത്തരം ചെയ്യും. ഇനി റാത്തീബിൽ നോക്കിയത് എങ്ങനെ ഉണ്ടാവും? ആരെങ്കിലും ഒരാള് എന്നെ വിളിച്ചാൽ ഞാൻ 1000 തവണ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞു. അതും ലൈറ്റ് ഓഫ് ആക്കിയിട്ട് എന്നെ വിളിക്കണം 1000 തവണ വിളിച്ചാലെന്ന്. അപ്പൊ മാലയിൽ എങ്ങനെയുള്ളത്? വായ കൂട്ടുന്നതിന്റെ മുന്നിൽ തന്നെ ഉത്തരം ചെയ്യും. ഇവിടെ എങ്ങനെയുള്ളത്? 1000 തവണ. എന്താ ഉസ്താദ് ഇങ്ങനെയൊക്കെ വൈരുദ്ധ്യങ്ങൾ തുടങ്ങിയിട്ട്? അത് വളരെ ക്ലിയർ ആണല്ലോ. മാലിം മൗലിദിൽ ഒരു കുഴപ്പമില്ല.
മുജാഹിദിന് വൈരുദ്ധ്യാണെന്ന് തോന്നുന്നതാണ് പ്രശ്നം. വിവരമില്ലാത്തത് കൊണ്ടാണ്. ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞങ്ങളെ മാലയും മൗലിദിനെയും കുറിച്ച് മുജാഹിദുകൾ ഇതുപോലെ നുണ ഒരുപാട് പറയുന്നുണ്ട്. സമയമുണ്ടെങ്കിൽ ആ സ്ക്രീനിൽ കാണിച്ചു തരും. ഇപ്പൊ ചോദിച്ചതിന് മറുപടി പറയാം. ചോദ്യം എന്താ? വല്ലേ നിലത്തുന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ. വല്ല സ്ഥലത്തുനിന്നും ഞാൻ എന്നെ വിളിക്കുന്നവർക്ക് ഞാൻ ഉത്തരം ചെയ്യും. എന്താണ് അതിന്റെ അർത്ഥം? വായ് കൂടാ ഉത്തരം ചെയ്യും. വായ് എന്ന് പറഞ്ഞാൽ വായ് കൂടാതെ തന്നെ ഞാൻ ഉത്തരം ചെയ്യുന്ന പറഞ്ഞത്. വായന്റെ ആവശ്യം എനിക്കില്ല, ഇല്ലാതെ തന്നെ ഞാൻ ഉത്തരം ചെയ്യും. അതേ അവസരത്തിൽ അൽഫം ബിഖൽവതിഹി അസ്മം ബിഹിമ്മതിഹി സ്വർമൻ ലിറഫവതിഹി അജബ്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി ഫൽയദഉ യാ അബ്ദൽ ഖാദിർ മുഈദ്ദീൻ യാ മുഈദ്ദീൻ യാ മുഈദ്ദീൻ യാ മുഈദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഇതാണ് ഇപ്പൊ പറഞ്ഞത്. മൂപ്പർക്ക് അറബി അത്ര യേശൂല തോന്നുന്നുണ്ട്. അത് മൂപ്പര് മലയാളമുള്ള പറഞ്ഞത്. കുറ്റപ്പെടുത്തല്ല, ഇത് കുത്തുബീയത്തിലാണ്, റാത്തീബിലല്ല. അതൊക്കെ ഒന്ന് പഠിച്ചു വരണം. എന്തെങ്കിലും പറയരുത്. ഇത് കുത്തുബീയത്തിലാണ് ഈ വരിയുള്ളത്. നിങ്ങളെ മറ്റതിൽ നാ മൂപ്പര് പറഞ്ഞു. ഏതാ ഈ മറ്റേത് വെച്ച് നോക്കുമ്പോൾ കുറിച്ച് അർത്ഥം വിടാ. അപ്പൊ ഏതായാലും ഇത് കുത്തുബീയത്തിലാണ്, മറ്റത് മാലയിലുമാണ്. മാലയിലുള്ളത് എന്താണ്? എന്നെ വിളിപ്പോർക്ക് വായ് കൂടാ ഉത്തരം ചെയ്യും. രണ്ടർത്ഥം ഉണ്ടത്. ഒരർത്ഥാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്, വായന്റെ ആവശ്യമില്ലാതെ ഉത്തരം ചെയ്യുന്ന. അതാണ് അതിന്റെ ഒരു മാന. വേറൊരർത്ഥം ചോദ്യകർത്താവ് ചോദിച്ചതുപോലെ തന്നെ ഞാൻ പറയാം, വായ് കൂടാതെ ഉത്തരം ചെയ്യും. വായ് കൂടും മുമ്പ് ഉത്തരം ചെയ്യും. വായ കൂടുന്നതിന്റെ മുമ്പ് തന്നെ ഉത്തരം ചെയ്യുന്നതാണ്. അപ്പോ മൂപ്പര് മനസ്സിലാക്കിയത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ, പതി ഞാൻ തിരുത്തുന്നില്ല. അങ്ങനെ തന്നെയാണ്. ഒരു സ്ഥലത്ത് അങ്ങനെ പറയും, വേറൊരു സ്ഥലത്ത് പറഞ്ഞു 1000 തവണ വിളിച്ചാലാണ് ഉത്തരം ചെയ്യുന്നത്. ഇത് തമ്മിൽ വൈരുദ്ധ്യല്ലേ? വൈരുദ്ധ്യമില്ല. അതൊക്കെ ഓരോ സാഹചര്യത്തിനനുസരിച്ചും സന്ദർഭത്തിനനുസരിച്ചുമാണ്. നമുക്കറിയില്ലേ, നമ്മളെ പെരിന്തൽമണ്ണയിലുള്ള ഒരു പ്രമുഖ ഹോസ്പിറ്റലിലെ ഒരു പ്രധാനപ്പെട്ട ഡോക്ടറുടെ പേര് ഞാൻ പറയുന്നില്ല. ആ ഡോക്ടറെ ഒന്ന് കാണണമെങ്കിൽ 2-2.5 മാസം മുമ്പ് ബുക്ക് ചെയ്തെങ്കിലേ അയാളെ കാണാൻ കഴിയുള്ളൂ. അതിന്റെ മുമ്പാണ്ട് അടുക്കേ വേണ്ട, ഒരു പ്രശ്നമില്ല. ഇത് ഫുള്ളാണ്, എൻഗേജാണ് ഭയങ്കരമായിട്ട്. 2.5 മാസം കഴിഞ്ഞിട്ട് നമുക്ക് മാർച്ച് 1-ാം തീയതി അല്ലെങ്കിൽ ഫെബ്രുവരി 26-ാം തീയതി മാത്രമേ മൂപ്പരെ കാണുള്ളൂ. അതിന് മുമ്പ് ഒഴിവില്ല. സംഗതി അങ്ങനെയൊക്കെ ആണെങ്കിലും അപകടകരമായ ഗുരുതരായ അവസ്ഥ. നമ്മളെ വെട്ടത്തൂർ അങ്ങാടി ഒരു ആക്സിഡന്റ് നടന്നു, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ ആക്സിഡന്റ് നടന്ന ഉടനെ നമ്മൾ ആംബുലൻസും വിളിച്ച് പോവാണ്. ഈ ഡോക്ടറെയും കൊണ്ട്, ഈ രോഗിയെയും കൊണ്ട് ഈ ഡോക്ടർ അരികിലേക്ക് പോവാണ്. ഈ ഡോക്ടർ അരികിലേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ്. ചെന്നിട്ട് ഡോക്ടറെ കാല് മുറിഞ്ഞ് കൈ മുറിഞ്ഞ് വേഗം നോക്കണം, ഈ കഥ കഴിയും ഡോക്ടറെ, അതുകൊണ്ട് വേഗം നോക്കണേ എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയാണ് 2.5 മാസം കിട്ടുവാന്ന് പറയോ? പറയില്ല. അത് പറയുമ്പോഴേക്ക് വായ്കൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. എന്നാ വേണ്ട കടത്തികൾ വെക്കി മാറൂടി പൊളിച്ചൂടി വീറൂടി പൊളിച്ചൂടി. ഇത് ഏതാ ഡോക്ടർ? 2.5 മാസം കഴിഞ്ഞിട്ടേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഡോക്ടറാ. കണ്ടോ നിങ്ങൾ? വിഷയത്തിന്റെ ഗൗരവം അനുസരിച്ച് വായ്കൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. അപ്പൊ വിഷയത്തിന്റെ താല്പര്യം അനുസരിച്ച് വിഷയങ്ങൾ അങ്ങോട്ടാവും ഇങ്ങോട്ടാകും, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. അതുപോലെയാണ് വിഷയവും പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ ഉത്തരം ചെയ്യണമെങ്കിൽ തന്നെ 1000 തവണ വിളിക്കണം എന്നില്ല. ഒരു തവണ വിളിച്ചാൽ ഇവർ എന്തായാലും ഞാൻ അപ്പൊ തന്നെ ഉത്തരം എങ്ങനെ ഏതവസരം ചെയ്യും എന്നും അതിനർത്ഥം ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി.